അപ്പോൾ നമുക്കിന്ന് ഉച്ചക്കലത്തേക്ക് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും മത്തി തേങ്ങ അരച്ച കറിയുമാണ്. മത്തി എല്ലാം ഞാൻ വെട്ടി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു കറിക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടി ഈ മത്തിയിലോട്ട് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ പുളി ഇട്ട് വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. എന്നിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി കഴുകിയെടുക്കാം. കോവയ്ക്കായും അതുപോലെ തന്നെ അരിഞ്ഞ് വെച്ചേക്കുക. അതിലേക്ക് മെഴുക്ക് പുരട്ടിക്ക് ഞാനൊരു 5-6 ചുവന്നുള്ളിയും കൂടെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻകറിക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് ഞാൻ കുറച്ച് തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 3 കഷ്ണം ചുവന്നുള്ളി. ഈ ചുവന്നുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം, അരപ്പിന് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അത് ഈ സ്പൂണിന് ഞാൻ സ്പൂൺ നിറച്ച് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയും ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. അത് വിറകടുപ്പിൽ വെച്ചേക്കുന്ന ഒരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. വെച്ചിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഈ ജാറ് കഴുകി ഒഴിക്കേണ്ടതുണ്ട്. മീൻകറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ജാറ് കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പിൻ്റെ കൂട്ടിലേക്ക് ഇത് കണ്ട ഈ വലിപ്പമുള്ളൊരു തക്കാളി 4ആയിട്ട് പിളർന്നിട്ട് 2ആയിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ നെടുകെ പിളർന്ന് 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില ഉണ്ട്, ഇത്ര ഇട്ട് കൊടുക്കുക. അതിനുശേഷം മീൻകറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഈ അരപ്പ്. അപ്പോൾ അതേ നമ്മുടെ മീൻകറിയുടെ ചാറിന് തിള വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കഴുകി എടുത്തുകൊണ്ട് വന്ന മത്തി കുടംപുളിയോടുകൂടി ഈ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. വേകാൻ വേണ്ടി അടച്ച് വയ്ക്കാം. അടുത്തത് നമ്മൾ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയിലുള്ള തയ്യാറെടുപ്പാണ്. പിന്നെ അടുപ്പ് കത്തിച്ച് പാത്രം വെച്ച് പാത്രത്തിലേക്ക് ഈ കോവയ്ക്കായും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ പിടിച്ച കോവയ്ക്ക, അതുകൊണ്ടാണ് അധികം കോവയ്ക്ക ഉള്ളത്. കോവയ്ക്ക പ്രകൃതിദത്ത ഇൻസുലിനാണെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഷുഗർ രോഗികൾക്ക് വളരെ നല്ലതാണ്. അതിലേക്ക് കോവയ്ക്ക വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഉപ്പിട്ട് ഇളക്കി നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം. കോവയ്ക്ക വേവാൻ വെച്ച സമയം കൊണ്ട് മീൻകറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഒന്നുകൂടെ മീൻ പൊടിയാതെ നമുക്കൊന്ന് അരികെ ചേർത്ത് ഇളക്കി കൊടുക്കാം.
മത്തി ആയതുകൊണ്ട് ഇതിന് അധികം വേവില്ല. അപ്പോൾ നമുക്കിതിനെ ഇറക്കി കുഞ്ഞടുപ്പിലോട്ട് വെക്കാം. കുഞ്ഞടുപ്പിൽ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുക, കണ്ടോ. അത് നമുക്ക് ഈ വലിയ അടുപ്പിലോട്ട് മാറ്റിയിട്ട് ഇതിന് മീൻകറി നമുക്ക് കുഞ്ഞടുപ്പിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിന് നമ്മുടെ കോവയ്ക്ക പകുതി വേവായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. കറിവേപ്പില, പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി. ഇത് നല്ലോണം ഇതൊന്ന് ഇളക്കി മിക്സ് ആക്കുക. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. സാധാരണ എല്ലാവരും മെഴുക്കുവരട്ടികളൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് വേവിക്കാറ്. പക്ഷേ നമ്മളിവിടെ അധികം എണ്ണയുടെ ഉപയോഗം ഇല്ലാത്തത് കൊണ്ടാണ് വെളിച്ചെണ്ണ വേവിക്കാൻ എടുക്കാതിരുന്നത്. ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ വേവിച്ചിട്ട് അവസാനം ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരല്പം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഈ മുളക് പൊടി യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് പച്ചമുളകും ചേർക്കാതെ, ഇനി അല്ല എരിവേ ആവശ്യമില്ലാത്തവർക്ക് എരിവില്ലാതെയും മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വെള്ളത്തിൽ വേവിച്ചത് കൊണ്ട് ഉപ്പും മുളകും കറിവേപ്പിലയും മാത്രം ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുക. ഉള്ളിയും ചേർത്ത് പിന്നെ അതിലേക്ക് വെന്ത് വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ ടേസ്റ്റിന് മാത്രം ഈ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇളക്കി നല്ലോണം ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് അടച്ച് വയ്ക്കാം. പിന്നെ ഉണ്ണുന്ന സമയമാകുമ്പോൾ നമുക്ക് വിളമ്പി എടുത്താൽ മതി. അപ്പം ദേ നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരച്ച മത്തിക്കറി, നമ്മുടെ വീട്ടിലത്തെ തന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഓക്കെ, താങ്ക് യു.